മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റജബിലൂടെയാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. റജബ് മാസം അതിന്റെ 2/3 ഭാഗവും പൂർണ്ണമായും കഴിഞ്ഞു. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. അതിവിശിഷ്ടമായ നിസ്കാരം നിർബന്ധമാക്കപ്പെട്ട രാവ് നമ്മിലേക്ക് സമാഗതമാവുകയാണ്. ആ രാവിൽ നമ്മുടെ പ്രിയപ്പെട്ട നബിക്ക് അല്ലാഹു വലിയ ആദരവ് നൽകിയത് കൊണ്ട് ഒരു യഥാർത്ഥ മുഅ്മിൻ അതിൽ സന്തോഷിക്കുകയും ആ രാവിൽ എന്തെങ്കിലുമൊക്കെ ഒരു മധുരണ്ടാക്കി ആ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്യും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നമ്മുടെ നബിയെ അള്ളാന്റെ ഹളറത്തിലേക്ക് കൊണ്ടുപോയി വലിയ ആദരവ് നൽകി എന്നത് ചെറിയ ഒരു സംഗതിയായി കാണാൻ പറ്റൂല. മൂസാ നബിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അള്ളാഹുവിനെ ഒന്ന് കാണണമെന്ന്. നടന്നോ? പടച്ചോനെ, എനിക്ക് നിന്നെ കാണണം റബ്ബേ. ആവർത്തിച്ച് മൂസാ നബി ആവശ്യപ്പെട്ടു. അള്ളാഹു പറഞ്ഞു, മൂസേ, അതിനുള്ള കഴിവ് നിനക്കില്ല, നിന്റെ കണ്ണിന് അതിനുള്ള ശക്തിയില്ല. അങ്ങനെ പറഞ്ഞ പോലെ പടച്ചോന് എന്റെ ഒരാഗ്രഹമാണ് നിന്നൊന്ന് കാണണം. അള്ളാഹു പറഞ്ഞു, അങ്ങനെ വലിയ നിർബന്ധം ഉണ്ടെങ്കിൽ ആ കാണുന്ന പർവ്വതത്തിന്റെ താഴ്വാരത്തിലേക്ക് നോക്കിക്കോ. എന്റെ നൂറു തജല്ലിയിൽ നിന്ന് ഒരൽപ്പം ഞാൻ അവിടെ വെളിവാക്കാം. അതൊക്കെ സഹിക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ നോക്കാം. ഇലാഹായ റബ്ബിന്റെ നൂറു തജല്ലി തൂരി സീനായുടെ ഒരു ഭാഗത്തങ്ങ് പ്രത്യക്ഷപ്പെടേണ്ട താമസം ഇലാഹായ റബ്ബവന്റെ വിശുദ്ധ ഖുർആനിൽ പറയുകയാണ്, ഫഖറ മൂസാ സൈഖാ. പ്രകാശം മഹാനായ മൂസാ നബിയുടെ കണ്ണിന് താങ്ങാനായില്ല. ബോധരഹിതനായി വീണുപോയല്ലോ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പോൾ അള്ളാഹുവിന്റെ ആ ഒരു നൂറു തജല്ലി എന്തായിരിക്കും? മുത്തു റസൂലിനെ അള്ളാന്റെ ഹളറത്തിലേക്ക് കൊണ്ടുപോകുന്നു. നേരിട്ട് മുത്തുനബി അള്ളാഹുവിനെ കാണുന്നു. അങ്ങനെ ഒരു ആദരവ് മുത്തുനബിക്ക് കൊടുത്തതിൽ എങ്ങനെ ഈ ഉമ്മത്തിൽപ്പെട്ടവർ സന്തോഷിക്കാതിരിക്കും? എങ്ങനെ അത് നമുക്കൊരു കൺകുളിർമയുണ്ടാക്കുന്ന കാര്യമാവാതിരിക്കും? ചൊല്ലി മൗലായ ദായിമൻ അബദാ وبتا ترقى إلى أن نلت منزلة من قاب قوسين لم تدرك ولم ترمي مولاي صل وسلم على حبيبك خير. നബിയെ, ഒരു ഇരുട്ടുള്ള രാത്രിയിൽ പൂർണ്ണചന്ദ്രൻ ആ ഇരുളിനെ ഭേദിച്ചുകൊണ്ട് ആ ചന്ദ്രൻ സഞ്ചരിക്കുന്നത് പോലെ മക്കയിലെ മസ്ജിദുൽ ഹറമിൽ നിന്ന് ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലേക്ക് നിങ്ങൾ സഞ്ചരിച്ചു, രാപ്രയാണം നടത്തി. അതുകൊണ്ട് അവസാനിച്ചോ? ഇല്ലല്ലോ. അതുകൊണ്ടും അവസാന
അവസാനിച്ചില്ല. മിൻ ഖാബി ഖൗസൈനി ലം തുദ്റക വലം തുറമി. അതും കഴിഞ്ഞ് ആകാശങ്ങൾക്കപ്പുറത്തേക്ക്, സിദ്റത്തുൽ മുന്തഹയുടെയും അപ്പുറത്തേക്ക്, ബഹ്റുൻ നൂറിന്റെയും അപ്പുറത്തേക്ക്, ഇലാഹായ റബ്ബിന്റെ ഹളറത്ത് ഖുദ്സിയിലേക്ക് അല്ലാഹു നിങ്ങളെ കൊണ്ടുപോയി. അമ്പും വില്ലും അടുക്കുന്നതിനേക്കാൾ അല്ലാഹുമായി അങ്ങ് അടുത്തല്ലോ നബിയേ. അതൊരു ചെറിയ സംഗതിയാ, അതൊരു ചെറിയ വിഷയ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് പോലും പ്രവേശനാനുമതി കൊടുക്കാത്ത പരിശുദ്ധ കേന്ദ്രത്തിലേക്കാണ് മുത്തുനബി അള്ളാഹു കൊണ്ടുപോയത്. അതിൽ മുത്തുനബിയുടെ ഉമ്മത്തിന്, നബിയെ സ്നേഹിക്കുന്നവർക്ക് സന്തോഷമില്ലാതിരിക്കുവോ? എന്തിനാണ് ചിലർ അങ്ങനെ മിഅ്റാജിനൊരു പ്രത്യേകതയൊന്നുമില്ല, ഇസ്രായിന്റെ രാവിന് പ്രത്യേകതയൊന്നുമില്ല, അങ്ങനെ ഒരു സംഭവം ശരിക്കും ഉണ്ടായിട്ടെന്നെല്ലാമൊക്കെ പറഞ്ഞ് ഈ ഖുർആനെയും ഹദീസിനെയും ഒക്കെ നിഷേധിച്ച് ഈ ഉമ്മത്തിനെ ഈ നന്മയിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നത്? അല്ലാഹുവേ, റബ്ബ ചതിയെ തൊട്ടൊക്കെ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു ആ ചതിയെത്തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഹബീബായ നബിക്ക് അല്ലാഹു നൽകിയ ഫളല പറയുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് പോലും പ്രവേശനാനുമതി നിഷേധിച്ച കേന്ദ്രത്തിലേക്ക് മുത്തുനബിയെ കൊണ്ടുപോയെന്ന് പറയുമ്പോൾ ആ മുത്തുനബിക്ക് അല്ലാഹു നൽകുന്നൊരു മഹത്വം എത്രയാണ്! ബഹ്റുൻ നൂറിന്റെ അടുത്തെത്തിയപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നുണ്ട്, നബിയെ ഇനി നിങ്ങൾ തനിച്ചു പോകണം, ഞാൻ കൂടെയുണ്ടാവില്ല. അപ്പോൾ പറഞ്ഞു നബിയെ, നബി പറഞ്ഞു, അല്ല ജിബ്രീൽ, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? മക്കയിൽ നിന്ന് ഇത്രയും നേരം എന്നെ കൂട്ടിക്കൊണ്ടുവന്നത് നിങ്ങളല്ലേ? പല അത്ഭുതങ്ങളും ഞാൻ കണ്ടു, പല സംശയങ്ങളും എനിക്കുണ്ടായി, അതിനൊക്കെ നിവാരണം നടത്തി തന്നത് നിങ്ങളല്ലേ ജിബ്രീൽ? പിന്നെ നിങ്ങൾ പറയാ ഇനി അങ്ങോട്ടില്ലാന്ന്, അത് പറ്റൂല, കൂടെ വരണം. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നുണ്ട്, നബിയേ, ഇതിനപ്പുറത്തേക്ക് ഇന്ന് വരെ ഒരു മലക്കോ മനുഷ്യനോ ജിന്നോ കയറിയിട്ടില്ല, കയറാൻ അല്ലാഹു അനുവാദം നൽകിയിട്ടില്ല. ഇതിനാദ്യമായി അല്ലാഹു തെരഞ്ഞെടുക്കുന്നത് നിങ്ങളെയാണ്. ഞാനെങ്ങാനും ഇതിനപ്പുറത്തേക്ക് കടന്നു വന്നാൽ ഞാനങ്ങ് കത്തിച്ചാമ്പലാകും നബിയേ. അതുകൊണ്ട് ദൈനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. دعني تقدم يا حبيبي لا تخف أبشر تناجي ربك القيوم صلوا عليه وسلموا تسليما. നിങ്ങൾ സധൈര്യം മുന്നോട്ട് പോകണം നബിയെ. അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ പോവാൻ നിങ്ങളുടെയും റബ്ബിന്റെയും ഇടയിലുള്ള മറ നീങ്ങി ജലാലും ജമാലും കാട്ടിക്കൊണ്ട് അഹദായ വഹ്ദാനായ ഖഹാറായ ഗഫാറായ തമ്പുരാൻ നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അല്ലാഹുവിനെ കാണുമ്പോൾ വിളിച്ചു പറഞ്ഞേക്കണം, അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹ്. ഈ അഭിവാദ്യത്തിന്റെ വചനം അല്ലാഹുവിനോട് നിങ്ങൾ പറയണം. ഹബീബായ നബി തങ്ങൾ പോവുകയാണ്, ജല്ല ജലാലായ റബ്ബിനെ കണ്ടുമുട്ടുകയാണ്. ഈ പരിശുദ്ധമായ വചനം പറയുകയാണ്. അല്ലാഹു മുത്ത് നബിയോട് തിരിച്ചു പറയുന്നു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
ലോകം മുഴുവനും ഇതിന് സാക്ഷിയാണ്. ലോകം വിളിച്ചു പറഞ്ഞു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ഈ അത്തഹിയാത്തിന്റെ ആരംഭമെന്നാണ് പ്രിയപ്പെട്ടവരെ. ആ അത്തഹിയാത്ത് ഉൾപ്പെടുന്ന നിസ്കാരം നമ്മുടെ മനസ്സിന്റെ മിഅ്റാജാണ്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഈ കൈ ഉയർത്തുന്നത് മനസ്സുകൊണ്ട് അല്ലാഹുവിലേക്ക് പറക്കുന്നതിന്റെ ആ ചിറകടിയുടെ സിംബലാണ്. അങ്ങനെയാവണം നമസ്കാരത്തിൽ ഖുശൂ ഉണ്ടായി കിട്ടണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഇങ്ങനെ ഒരു ആദരവ് നമ്മുടെ നബിക്ക് അള്ളാഹു നൽകിയ ഈ ഒരു പുണ്യപ്പെട്ട രാവ് നമ്മിലേക്ക് വരുമ്പോൾ നന്ദി കാണിക്കണം, സന്തോഷിക്കണം, എന്തെങ്കിലുമൊക്കെ മധുരം വീട്ടിലുണ്ടാക്കണം. അതിന് നന്ദിയായി റജബ് 27 അന്ന് ഇൻഷാ അല്ലാഹ് നമുക്കൊക്കെയും നോമ്പെടുക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ.